പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തും മക്കാ വിജയത്തിന്റെ തലേന്ന് വിവിധങ്ങളായ ഖൈമകൾ, ടെന്റുകളിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് നബി തങ്ങളുടെ വാഹനത്തിന്റെ മേലെ അബ്ബാസ് എന്നവർ കയറിയിട്ട് മറ്റൊരാളും പിന്നിലുണ്ട്. അതുവഴി ഇങ്ങനെ കടന്നു പോവുകയാണ്. സ്വഹാബത്ത് നോക്കി, ആരാണ് വരുന്നത്? വാഹനം നമ്മുടെ നേതാവിന്റെ വാഹനമാണ്. അതിന്റെ മേലെ ഇരിക്കുന്നത് ആരാണ്? അബ്ബാസ് എന്ന നബി തങ്ങളുടെ പിതൃ സഹോദരനാണ്. പിന്നെ ആരെന്ന് നോക്കേണ്ടതില്ല. എന്നാൽ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കി, ആരാണ് ആ വാഹനത്തിന്റെ മേലെ? വേറെ ആരുമല്ല, മുത്തുനബി തങ്ങളുടെ പിതൃ സഹോദരനാണ്. പിന്നിലിരിക്കുന്നത് ആരാണ്? ഒന്നുകൂടി നോക്കിയപ്പോഴാണ് അറിയുന്നത്, 2 പതിറ്റാണ്ടിലേറെ ഇസ്ലാമിക സൈന്യത്തിന്റെ എതിർചേരിയിലെ മിലിറ്ററി ക്യാപ്റ്റനായി ഒരുപാട് സ്വഹാബത്തിനെ കൊന്നുകളയാനുള്ള പോരാട്ടക്കളങ്ങളിലെ നേതാവായിരുന്ന അബൂ സുഫിയാനാണ്. ഓടിച്ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, മക്കയിൽ ജയം നേടിയാൽ ഒരു മൽപ്പിടുത്തം നടത്തിയിട്ട് അബൂ സുഫിയാനെ കൈകാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോ ഒരു യുദ്ധവും വേണ്ട, ഒരു പോരാട്ടവും വേണ്ട. അബൂ സുഫിയാൻ ഇവിടെ റെഡിയാണ്. ഇതാ വരുന്നുണ്ട്, വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ സമയമായി. നിമിഷം കഴിഞ്ഞപ്പോഴേക്ക് അതാ അബ്ബാസ് എന്നവരും അബൂ സുഫിയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൈമയുടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറത്തു നിന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നമുക്കൊരുപാട് ആക്രമണങ്ങൾ നമുക്കെതിരെ നടത്തിയ, ഒരുപാട് അനുയായികളെ കൊല ചെയ്യാൻ കാരണക്കാരനായ അബൂ സുഫിയാനെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിട്ടേ തങ്ങളെ, ഞാനൊന്ന് കൈകാര്യം ചെയ്യാം. മഹ്ലൻ യാ ഉമർ, അടങ്ങണം ഉമറേ, അടങ്ങ് ഉമർ. നിങ്ങളിപ്പോൾ ചോദിക്കേണ്ടതില്ലെന്ന് സാരം. ഏറെ നേരത്തെ വർത്തമാനം കഴിഞ്ഞു. അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ നേരം അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. ഇല്ല, അയാൾ ഇസ്ലാമിലേക്ക് വന്നില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനത്തിന് മേലെ അബ്ബാസ് എന്നവരുടെ കൂടെ അബൂ സുഫിയാൻ കയറാൻ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലയോ അബ്ബാസ് എന്നവരെ, അബൂ സുഫിയാൻ ശരിക്കും ശ്രദ്ധിക്കണേ, അയാൾക്കൊരു പരിക്കും പറ്റല്ലേ. എന്തൊരത്ഭുതകരമായ ചിത്രം! ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, കേവലം ഒരു സിവിലിയനല്ല, എതിർചേരിയിലെ പട്ടാള മേധാവിയാണ്, തുല്യമായ നേതൃത്വമുള്ള ആളാണ്. അബൂ സുഫിയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനത്തിന്റെ മേലെ. കൂടെയുള്ളത് മുത്തുനബി തങ്ങളുടെ പിതൃ സഹോദരൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ, വേണ്ട, ഒന്നും ചെയ്യേണ്ടതില്ല. ആരെങ്കിലും ആവേശമുള്ള സ്വഹാബത്ത് ഇടപെട്ടു പോകുമോ എന്ന് ഭയന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ബാസ് എന്നവരെ, നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. ഈ അബൂ സുഫിയാനൊന്നും സംഭവിക്കാൻ പാടില്ല. ഇസ്ലാമിലേക്ക് അപ്പോൾ കടന്നു വന്നിട്ടില്ല. അതാ അബ്ബാസ് എന്നവരുടെ കൂടെയാണ് രാത്രി കഴിഞ്ഞുകൂടുന്നത്. സുബഹിയുടെ സമയമായപ്പോൾ അതാ എല്ലാ ടെന്റുകളിൽ നിന്നും സ്വഹാബത്ത് എഴുന്നേൽക്കുകയാണ്. അവരാവേശത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എല്ലാ ടെന്റുകളും ഉണർന്നിരിക്കുകയാണ്. എല്ലാവരും പുറത്തേക്ക് വരികയാണ്. അബൂ സുഫിയാൻ ചോദിച്ചു, അല്ല അബ്ബാസ് എന്നവരെ, എന്നെ കൊല്ലാനാണോ നിങ്ങൾ ഒരുങ്ങുന്നത്? അല്ല അല്ല, ഞങ്ങൾ നിസ്കരിക്കാൻ എഴുന്നേൽക്കുകയാണ്. ഞങ്ങൾ രാവിലെ നിസ്കരിക്കാൻ പോവാണ്. സുബഹി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റതാണ്, ഫജ്ർ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റതാണ്. ശരി, അബൂ സുഫിയാൻ എന്ന് നോക്കി ഇവരെന്താണ് ചെയ്യുന്നത്?
അബ്ബാസ് എന്നവരോട് ചോദിച്ചു, നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ്? എല്ലാം ചോദിച്ചറിയുമ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂവെടുക്കുന്ന സമയത്ത് ആ വുളൂ ചെയ്യുന്ന വെള്ളം നിലത്ത് വീഴാൻ സ്വഹാബത്ത് അനുവദിക്കുന്നില്ല. ശരീരത്തിൽ നിന്ന് വുളൂവെടുത്ത വെള്ളം നിലത്തേക്ക് വീഴാൻ അനുവദിക്കുന്നില്ല. അത് മഹാന്മാരായ സ്വഹാബത്ത് ഏറ്റുവാങ്ങുകയാണ്. ചിലര് കുടിക്കുകയാണ്, ചിലര് തടവുകയാണ്, ചിലര് മറ്റുള്ളവർക്ക് നൽകുകയാണ്. അത് അനുരാഗത്തിന്റെ പ്രകാശനമാണ്, സ്നേഹത്തിന്റെ പ്രഖ്യാപനമാണ്. അബൂ സുഫിയാൻ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അബ്ബാസ്, നിങ്ങളുടെ സഹോദരന്റെ മകൻ സാക്ഷാൽ ഒരു അതുല്യനായ രാജാവാണല്ലോ. അപ്പോഴാണ് അബ്ബാസ് എന്നവര് തിരുത്തുകയാണ്, രാജാവല്ല, ഹാദാ റസൂലുള്ളാഹ്, ഇതല്ലാഹുവിന്റെ റസൂലാണ്. ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, റസൂലോ സേ അലാ ഹമാരാ നബി. അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ അബൂ സുഫിയാൻ അവിടുന്ന് കാണുകയാണ്. സ്വഹാബത്തിന്റെ പെരുമാറ്റം, അനിഷേധ്യമായ നേതൃപരമായ പദവിയുണ്ട്, പക്ഷേ നേതാവിന്റെ ജാടകളില്ല. യൂറോപ്യന്മാരെ അത്ഭുതപ്പെടുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ. കാരണം എന്താണ്? ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആസ് വെൽ ആസ് ദി ചർച്ച്. പള്ളിയുടെയും ഭരണകൂടത്തിന്റെയും നേതാവാണ്. ഹി വാസ് സീസർ ആൻഡ് പോപ്പ് ഇൻ വൺ. സീസറും പോപ്പുമാണ് ഒരേ സമയം. But he was Pope without the Pope's pretensions and Caesar without the elegance of Caesar. ഭരണാധികാരിയുടെ ജാടയില്ല, ഒരു മതാധ്യക്ഷന്റെ വേഷഭൂഷാദികളില്ല, അതൊന്നുമില്ല. Without a standing army, without a bodyguard, without a palace, without a fixed revenue. If ever a man had the right to rule by a right divine, it was Muhammad, for he had all power without the instruments and without his support. ഭരണകൂടത്തിന്റെ ഏടാകൂടങ്ങളോ ഭരണകൂടത്തിന്റെ ചിട്ടവട്ടങ്ങളോ ഇല്ലാതെ ഭരണാധികാരിയേക്കാൾ വലിയ അതുല്യമായ നേതൃത്വം വഹിച്ച നായകർ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങളാണ്. അനുരാഗികളുടെ ആത്മാന്തരത്തിൽ നിന്ന് നിർഭവിക്കുന്ന സ്നേഹത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളെ കണ്ടുകൊണ്ടാണ് അവിടെ കൂടിയ സ്വഹാബത്തിന്റെ പെരുമാറ്റം കണ്ടപ്പോ അബൂ സുഫിയാൻ പറയുകയാണ്, ഇത് സാക്ഷാൽ ഒരു രാജാവാണല്ലോ. അല്ല, അവിടുന്ന് രാജാവല്ല, അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ തങ്ങൾ അബൂ സുഫിയാന് വിട്ടുവീഴ്ച നൽകുകയാണ്. പിറ്റേന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയാണ്. പ്രിയമുള്ളവരെ, ലോകത്തുള്ള മുഴുവൻ അധികാരപീഠങ്ങളും വായിക്കേണ്ട ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിരാളികളോട് കാണിച്ച വിട്ടുവീഴ്ച. മക്ക ജയം നേടിയിട്ട് മക്കയിലേക്ക് കടന്നപ്പോ അബൂജഹലിന്റെ മകൻ വരികയാണ്, ഇക്രിമ. ഓ മുഹമ്മദ് നബിയേ, എനിക്ക് മാപ്പുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ആരാണ് അബൂജഹൽ? എല്ലാ അരുതായ്മകളുടെയും അമരത്ത് നിന്ന് നബി തങ്ങളെ പീഡിപ്പിക്കാൻ മുന്നണി പോരാളിയായി നിന്നാൽ അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അബൂജഹലിന്റെ മകൻ ഇക്രിമ വന്നിട്ട് ചോദിച്ചു, എനിക്ക് മാപ്പ് തരാൻ പറ്റുമോ? അതെ, നിങ്ങൾക്ക് മാപ്പുണ്ട്. പിന്നെയും ചോദിച്ചു, ഞാൻ അബൂജഹലിന്റെ മകൻ ഇക്രിമയാണ്, എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ, എനിക്ക് എക്സ്ക്യൂസ് ചെയ്യാൻ കഴിയുമോ? അതെ, നിങ്ങൾക്ക് വിട്ടുവീഴ്ചയുണ്ട്. ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ കാണാം, ഇക്രിമ അവിടെ നിന്ന് കലിമ ചൊല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരെ നോക്കാൻ കഴിയുന്നില്ല. നാണം കൊണ്ട് തല താഴ്ത്തിപ്പോയി. കാരണം എത്രമേൽ അക്രമം ചെയ്ത എനിക്കാണ് ഇവിടെ വിട്ടുവീഴ്ച തരുന്നത്. തഅജ്ജുബ് ഹേ, ഇത് വലിയ അത്ഭുതമാണ്.
അല്പം കഴിഞ്ഞപ്പോഴാണ് ഒരു സ്ത്രീ വന്നുകൊണ്ട് ചോദിക്കുന്നു, അല്ലയോ മുഹമ്മദ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, എനിക്ക് മാപ്പ് തരാമോ? ആരാണ്? ഹിന്ദല്ലേ വരുന്നത്? അതെ, ഞാൻ തന്നെയാണ്. ആരാണ് സഹോദരന്മാരെ ഹിന്ദെന്ന് നിങ്ങൾക്കറിയുമോ? ഉഹദിന്റെ രണഭൂമിയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പിതൃ സഹോദരനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറ് കുത്തി കീറിയിട്ട് കുടൽമാല പുറത്തെടുത്ത് കരൾ പറിച്ചെടുത്തിട്ട് ചവച്ചുതുപ്പി വിനോദം കാണിച്ച ഹിന്ദു വന്നിട്ട് ചോദിക്കുന്നു, എനിക്ക് മാപ്പ് തരുമോ? യാ നബി അല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കഥയല്ല, ഐതിഹ്യമല്ല, പുരാണമല്ല, ആരെങ്കിലും പറഞ്ഞു കേട്ടതല്ല. ചരിത്രത്തിന്റെ രേഖകളിൽ ഫിലിപ്പ് കെ ഹിറ്റിയെപ്പോലെ, വില്യം മൂറിനെ പോലെ നിഷ്പക്ഷ ചരിത്രകാരന്മാർ, നിരൂപകന്മാർ എല്ലാവരും എഴുതി വെച്ചു. ലോക ചരിത്രത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യായം വായിക്കണം. ആനുകാലിക രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ വായിക്കണം. സെപ്റ്റംബർ 11 പേരിൽ തീവ്രവാദമില്ലായ്മ ചെയ്യാനെന്ന പേരിൽ ഒരുപാട് മുസ്ലിം രാജ്യങ്ങളെ ഇല്ലായ്മ ചെയ്തിട്ട് 1 കോടി മുസ്ലിങ്ങളെ കൊന്നുകളഞ്ഞ യൂറോപ്പിന്റെ മേലധ്യക്ഷന്മാരെ മനസ്സിലാക്കണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു എന്ന്. എന്തൊരു വൈരുദ്ധ്യമാണ് ഈ ലോകം! എവിടെയും മുസ്ലിങ്ങൾ ഇരകളാണ്, എവിടെയും മുസ്ലിങ്ങൾ പ്രതികളാണ്. എവിടെയും മുസ്ലിങ്ങൾ ഇരകളാണ്, എവിടെയും മുസ്ലിങ്ങൾ പ്രതികളാണ്. ഈ നമ്പർ 1 പാരഡോക്സ്, വലിയൊരു വൈരുദ്ധ്യമാണ് ഇവിടെ കാണുന്നത്. സിറിയയിൽ കൊല ചെയ്യപ്പെടുന്നതാര്? ഫലസ്തീനിൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്നതാര്? ഈജിപ്തിൽ വെന്ത് ഭരിക്കുന്നതാര്? മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ ഇവിടെയുള്ള മീഡിയകൾ കുത്തിഘോഷിച്ച ടുണീഷ്യയിലെ വിപ്ലവത്തിന് 5 കൊല്ലം ഇന്ന് തികഞ്ഞു. അവിടെ കൊല്ലപ്പെട്ടതും ഇല്ലായ്മ ചെയ്യപ്പെട്ടതും ആര്? ലോകത്ത് മുഴുവനും ജനാധിപത്യം വരാൻ വേണ്ടി ഇസ്ലാമിക രാജ്യങ്ങളുടെ രാജഭരണങ്ങളെയും അമീർ ഭരണങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞ് ലോകത്ത് മുഴുവനും കൊട്ടിഘോഷിച്ച് ടുണീഷ്യയിൽ നിന്ന് തുടങ്ങി. ടുണീഷ്യയിലെ യുവാക്കളുടെ നിലവിളിയാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് പേപ്പറിൽ നിങ്ങൾക്ക് കാണാനാവുക. ആരാണിരകൾ? ആരാണിരകൾ? എന്നിട്ട് എവിടെയെങ്കിലും 4 പൊട്ടുമ്പോഴേക്ക് അവിടെയെല്ലാം മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കി വെക്കുമ്പോ ഇസ്ലാമിന്റെ ശരിയായ മുഖമറിയാൻ നമുക്ക് കഴിയണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിക്കുന്നു, എനിക്ക് മാപ്പ് തരുമോ നബിയേ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോക്ക് ജൂദോ കറം ഹേ ശഹേബത് ഹാ തേരാ നഹീ സുൻതാ ഹി നഹീ മാംഗിനെ വാലാ തേരാ. ചോദിച്ചവരോട് ഇല്ലെന്ന് പറഞ്ഞ് പരിചയമില്ലാത്ത ഔദാര്യത്തിന്റെയും മാന്യതയുടെയും അത്യുജ്വലമായ ഉദാഹരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ഹിന്ദേ നിങ്ങൾക്കും മാപ്പ് തന്നിരിക്കുന്നു. അബൂലഹബിന്റെ മക്കൾ വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് മാപ്പ് തരാൻ പറ്റുമോ? ഞങ്ങളുടെ ഉപ്പ ഒരുപാട് അരുതായ്മ ചെയ്തു, ഉപ്പ നരകത്തിലാണെന്ന് ഖുർആൻ പറഞ്ഞു. എല്ലാം ശരി, ഞങ്ങൾക്ക് എക്സ്ക്യൂസ് ചെയ്യാൻ കഴിയുമോ? അതെ, നിങ്ങൾക്കും ഇവിടെ ജീവിക്കാം സമാധാനത്തോടെ. ആർക്കെല്ലാമാണ് മക്ക വിജയത്തിന്റെ അന്ന് മാപ്പ് നൽകിയതെന്ന ചരിത്രം തുറന്നു നോക്കിയാൽ ലോകത്തുള്ള മുഴുവൻ ഭരണാധികാരികളുടെയും മുമ്പിൽ വലിയ മാതൃകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ആനുകാലിക ലോകത്ത് വായിക്കപ്പെടേണ്ടത് ഇങ്ങനെയാണ്. എവിടെയൊക്കെ ദുരിതമനുഭവിക്കുന്നോ അവിടെയെല്ലാം പരിഹാരമാണ്. വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ കൊലക്കത്തി ഉയർത്തുന്ന ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും പറയുന്നു, പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതകരമായി വിട്ടുവീഴ്ച നൽകിയ നേതാവാണ്. ആ റസൂലുള്ളാഹിനെ അറിയണേ.